ഭാഗത്തിന് മുഖം എന്ന് പറയും. ഞാനത് എറ്റിമോളജി സെർച്ച് ചെയ്തപ്പോഴാണ് അതുപോലെ ലോക്കൽ ആളുകളുടെ കയ്യിൽ നിന്ന് കിട്ടിയ നോളജിലും പറയുന്നുണ്ട്. മുഖം എന്നാണ് പറയുക. അപ്പൊ അവിടെ തോട് കായലുമായിട്ട് ചേരുന്ന മുഖപ്പില് ഒരു വീടിന്റെ പേര്, പണ്ട് കാലത്ത് നമ്മൾ വീടിന്റെയോ അല്ലെന്നുണ്ടെങ്കിൽ സ്ഥലങ്ങളുടെയൊക്കെ പേര് നോക്കിയാൽ കൂടുതലും അത് സ്ഥലങ്ങളുടെ ഒരു പ്രത്യേകതയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ അവിടെയുള്ള ഒരു വീട് മുഖമ്മേൽ എന്നറിയപ്പെടുകയും അവിടെ പെതിയ ഒരു കമ്പോളം, അതായത് പണ്ട് കാലത്ത് ഈ വേമ്പനാട് തണ്ണീർത്തടത്തിൽ ഉൾപ്പെടെ വേമ്പനാടും ആലപ്പുഴയും ഒക്കെ ജലഗതാഗതങ്ങൾക്ക് പേര് കേട്ടതായിരുന്നു. വാട്ടർ ട്രാൻസ്പോർട്ട് ആയിരുന്നു അവരുടെ മെയിൻ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. അവിടെ ഒരു ഉള്ള വീട് മുഖമ്മേൽ എന്നറിയപ്പെടുകയും പെതിയ കമ്പോളം, അവിടെ ഉണ്ടായ കമ്പോളം മുഖമ്മേൽ എന്നറിയപ്പെടുക. അങ്ങനെ മുഖമ്മേൽ ഉള്ള ഒരു മാർക്കറ്റുമായി റിലേറ്റഡ് ആയിട്ട് അവിടുത്തെ ഡെവലപ്മെന്റ് നടന്നത് കൊണ്ടാണ് മുഖം എന്ന പേര് തന്നെ വന്നത്. ഞാൻ ഈ എറ്റിമോളജി ഇവിടെ പറയാനുള്ള ഒരു റീസൺ, കാരണം അവിടുത്തെ പണ്ട് ഇവിടുത്തെ ജനങ്ങൾ ഇതുമായി കായലുമായി ബന്ധപ്പെട്ട് തണ്ണീർത്തടവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ജനങ്ങള് ഡിപ്പെൻഡ് ഓൺ ദ വെറ്റ്ലാൻഡ്സ് ആൻഡ് ദിയർ സിസ്റ്റം ഫോർ ദെയർ ലൈവ്ലിഹുഡ്സ്. ഡെയിലി ആക്ടിവിറ്റീസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു ജലത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ജനസമൂഹമാണ് അവിടെ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വെറ്റ്ലാൻഡ്സ് തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ഒരു ആവശ്യകത നമുക്കതിൽ നിന്നും മനസ്സിലാകും. ഇങ്ങനെയുള്ളതാണ് പല സ്ഥലങ്ങളുടെയും പേരുകളുടെയും ഒക്കെ ചരിത്രത്തിന്. ആ ചരിത്രം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ when we go through the history or etymology of different places and things, we can understand how they are important to the lives and livelihoods of the people. So coming back to Muhamma is a small wetland village on the banks of Vembanad Lake, Cherthala in Alappuzha district. It's a very small village with an area of 26.76 square kilometer, with a population 25,000 as per the 2011 census. Sex ratio a bit high with 13,300 female. As you must have heard from in the previous sessions, and how the major stakeholders of the system, mainly clam collectors, fisher folks. Major ആയിട്ട് വേമ്പനാട് വെറ്റ്ലാൻഡ്സിൽ ഫിഷർ ഫോക്സ് ആണുള്ളത്. പിന്നെ അഗ്രികൾച്ചർ ഫോക്സ് ഉണ്ട്. ബട്ട് ഇൻ മുഹമ്മ അഗ്രികൾച്ചർ പാഡി അഗ്രികൾച്ചർ സെക്ടർ ഇസ് വെരി മീഗർ. ഹോംസ്റ്റെഡ് ഫാമിംഗ് ആക്ടിവിറ്റീസ് ആണ് കൂടുതലുള്ളത്. ദെൻ ക്ലാം കളക്ടേഴ്സ്, ക്ലാം ഡെപ്പോസിറ്റ് ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് വേമ്പനാട്. സോ ക്ലാം കളക്ടേഴ്സ്, ഫിഷർ ഫോക്സ്, ഫയർ വർക്കേഴ്സ്, ടൂറിസം, ദീസ് ആർ ദ മേജർ സ്റ്റേക്ക് ഫോർ ലൈവ്ലിഹുഡ് ആക്ടിവിറ്റീസ്. Before going into the details, wetlands providing ecosystem services, you must keep this in mind. You can just have a glance at the ecosystem services provided by the wetlands. Different types are there, like provisioning, regulating, cultural and supporting systems are there. ഈ ഒരു സ്ഥലത്തിന്റെ, അതായത് തണ്ണീർത്തടങ്ങളുടെ റിസോഴ്സിനെ കീപ്പ് ചെയ്യുന്നതിലും ഇൻക്ലൂഡിങ് നമ്മളുടെ ഗ്രൗണ്ട് വാട്ടർ ഉൾപ്പെടെയുള്ള വാട്ടർ റീചാർജിങ്ങിനായാലും ഫ്രഷ് വാട്ടർ സപ്ലൈ, അതുപോലെ ഈ തണ്ണീർത്തടങ്ങളുടെ സ്വാഭാവികമായി വരുന്ന പ്രളയം, ഫ്ലഡ് കൺട്രോൾ ചെയ്യുന്നതിനും, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഈ തണ്ണീർത്തടമാണ് വേമ്പനാട് വെറ്റ്ലാൻഡ് എന്ന് പറയുന്നത്. വെറ്റ്ലാൻഡിന്റെ പൊതുവെയുള്ള സർവീസസും അതുപോലെ ഈ ഫ്ലഡ് അറ്റനുവേഷൻ ഒക്കെ വേമ്പനാട് വെറ്റ്ലാൻഡ്സിന്റെ കാര്യത്തിൽ വളരെ ക്രിട്ടിക്കലാണ്. കാരണം ഹെവിലി ഫ്ലഡഡ് ആയിട്ടുള്ള ഒരു വെറ്റ്ലാൻഡ് സിസ്റ്റമാണ്, വിച്ച് ഇസ് ലൊക്കേറ്റഡ് ബിലോ ദ മീൻ സീ ലെവൽ, ആൻഡ് ഈവൻ ദ പാഡി അഗ്രികൾച്ചർ സിസ്റ്റം ഇസ് ഹാപ്പനിങ് ബിലോ ദ മീൻ സീ ലെവൽ. ദെൻ എക്കോ ടൂറിസം, ethnic and spiritual services, biodiversity, carbon sequestration. You must be familiar with all these ecosystem services. Vembanad as a glance, I'm not going into the details of Vembanad wetlands. Basically, now we are coming to the Muhammadiyam project and Muhammadiyam activities. So A3 CERC, A3 Community Environmental Center, mainly ഈ wetland system address ചെയ്യുന്ന കുറെ threats, major threats. Like lake pollution, lake reclamation, unsustainable resource use, climate change, livelihood. ഇങ്ങനെ ഒരു 4-5 തീമിലായിട്ടാണ് ഞങ്ങൾ വേമ്പനാട് വെറ്റ്ലാൻഡ്സിന്റെ പൊതുവെയുള്ള പ്രോബ്ലങ്ങളെ അഡ്രസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ഒരു ത്രെറ്റ്സ് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ്രിക്സ് CSR ഫണ്ടഡോട് കൂടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് ഞങ്ങൾ ഇവിടെ ഇപ്പൊ പ്രധാനമായും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദറ്റ് ഈസ് ത്രെറ്റ് ബേസ്ഡ് ഇന്റർവെൻഷൻസ് ഫോർ സസ്റ്റൈനബിലിറ്റി ഇൻ വെറ്റ്ലാൻഡ്. അതിലാണ് നമ്മൾ ഈ 5 തീമിലായിട്ട് ഈ വേരിയസ് ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യുന്നത്. ആ
ഈ ഒരു പ്രോജക്റ്റിന്റെ ഒരു കമ്പണന്റ് മാത്രമാണ് വില്ലേജ് അഡോപ്ഷൻ. There is a component called village adoption in the climate change and livelihood enhancement theme, which is happening in Muhamma, called the Muhammadiyah. So through these activities, so this is a miniature form of various solutions with which we address these threats. So a miniature version of that is happening in Muhamma. So that is Muhammadiyam. We meet to rise the rising of Muhammad through all these activities. That is Muhammadiyam. So I'll just have though there are 5 themes and n number of activities, various activities are happening, smaller and larger activities are happening in Muhammad. I'll just have a glance at the various projects, major activities, and come to an important success story, 2 success stories, and stick on to my part called the gender issue based sustainable menstrual waste management. So that is the one of the successful projects that is carried out in Muhamma. So I was the implementer and officer in charge of that project. So initially what I have told is to speak on that particular projects in the sanitary factory village, but later wanted me to talk on the various projects and activities under Muhammadiyam. So I'll just have a glance at the various activities. So first one, what we have done in Muhamma is the canal restoration, major canal restoration activities in Muhamma. So for that, we do have interns every year and in different seasons, and with the internship, with the help of the interns, we map all the canals and rivers in Muhamma. And after making a good map, we intervened with the panchayat and with the help of public participation, with the help of the panchayat and local self-governing bodies, we conducted cleaning campaigns and restoration activities there. So you can right here, you can see the map prepared by the interns and how we carried out these activities. So our basic mode of operation is to address the community issues from their side with their participation. Mostly we do participatory activities. It's not like a top to bottom approach, but a participatory approach to deal with the issues. So after mapping the canals, committees were formed and at local levels. അതായത് ഈ കനാലിന്റെ റെസ്റ്റോർ ചെയ്യാൻ പോകുന്ന കനാലിന്റെ അടുത്ത് താമസിക്കുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഉൾപ്പെടുത്തി ലോക്കൽ ലെവൽ കമ്മിറ്റീസ് ഉണ്ടാക്കുക. അവരുടെ തന്നെ റെസ്പോൺസിബിലിറ്റിയിൽ അവരുടെ പാർട്ടിസിപ്പേഷനോട് കൂടി അവരുടെ ഭാഗത്തെ ഈ കനാലുകൾ റെസ്റ്റോർ ചെയ്യാം. So that അവർക്കും ഒരു റെസ്പോൺസിബിലിറ്റി തോന്നും. They will stand with us, and when we stand with them, they will we build up a rapport, and slowly this responsibility is shared. So this awareness programs and contribution from stakeholders in the form of money. Actually, the financial part little was contributed by the community as well. So with this effort, we restored the canals in Muhamma. So while restoring the canals, we came up with many issues like the dumping of waste in water bodies, large quantity of plastic were dumped, then menstrual pads were found in the water bodies, then clothes, used clothes were found in the, so many issues came up then. Next, you can see the news reports and pictures. Likewise, plastic waste management. See, in Kerala, all the panchayat have a good waste management system with Harita Karma Sena. So every panchayat do have Harita Karma Sena members for collection, segregation, and recycling of plastic. So likewise in Muhamma too, there was a system, but that was not organized. So we intervened in that system to formalize the system, studied the flows, wherever what are the flows, എന്തൊക്കെയാണ് അതിന്റെ പോരായ്മകൾ എന്ന് പഠിച്ചതിന് ശേഷം അതിനെ ഓർഗനൈസ് ചെയ്തിട്ട് സിസ്റ്റമാറ്റൈസ് ചെയ്യാൻ ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്തു. So we gave training for the Harita Karma Sena in segregation of plastic. We equipped them with gloves, mask, and uniform and all, and gave training
for good segregation and recycling. And with the help of the 16 tons of plastic waste has been collected and sent for recycling. And still the system is running well now. So like another campaign is the Pathiramanal cleaning drive. Pathiramanal is a small island which is a biodiversity hotspot near to Muhamma. With the same effort, we organized local communities, and with community participation, we cleaned up the Pathiramanal island. And occasionally, we do these activities with the help of the community volunteers. Likewise, another campaign is the Mandalakala plastic cleaning campaign, which is also happening in almost same way every year. Then no-straw campaigns. Plastic straws were completely taken off from the shops in Muhamma. This activity also we done with the help of our interns who visited all the shops and took the plastic straws and provided paper straws. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇത്തരം പലതരത്തിലുള്ള ക്ലീനിങ് ക്യാമ്പയിൻസ് ആൻഡ് ഡ്രൈവ്സിലൂടെ പ്ലാസ്റ്റിക് വേസ്റ്റ് പൊല്യൂഷൻ സൈഡ് പ്ലാസ്റ്റിക് നോൺ ഓർഗാനിക് പ്ലാസ്റ്റിക് വേസ്റ്റ് അഡ്രസ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. And one of another most important intervention is the social innovation lab. Social innovation lab എന്ന് കേൾക്കുമ്പോൾ ഒരു അതിനൊരു പേരിന് തന്നെ ഒരു പുതുമ നിങ്ങൾക്ക് തോന്നാം. This is basically our aim was to create a space for the women to come and explore, identify their talents, create enterprises, and which can directly or indirectly benefit their life, which can create livelihood opportunities. So we selected around 40 women from the community, gave them training mainly in stitching and product making, other product making. We equipped them with stitching machines, gave them training, and as I told you earlier, while cleaning the canals and all, we found large quantity of used cloth dumped in the water bodies and landfills. So we started a drive to collect the pre-owned fabric from the community and from through schools and various organizations and institutions. And we collected it from the public, and with the machineries and equipments and the training imparted, we the community women started upcycling them into various products. So which turned to be a livelihood opportunity for them. Likewise, products were also made from water hyacinth, and during lockdown they made sanitizers, masks, and so wherever we have a chance to involve them in the community activities or such livelihood opportunity thing, we do. And all these women, around 40 women, are earning livelihood from this initiative. And more women are coming into these enterprises, and slowly we have started registering them into societies, so that they can take these activities forward and start new enterprises. So with the as these activities were very successful, ഇതിന്റെ ഒരു വിജയ സാധ്യത കണ്ടുകൊണ്ട് we are extending it into more wetlands like Ashtamudi. Right now we have started scaling up activities in Ashtamudi wetland as well. So the Social Innovation Lab is one successful project. We are scaling up into other wetlands too. Then another another issue we address is the invasive species. നമ്മൾ ധാരാളം കണ്ടിട്ടുള്ളതാണ് കുട്ടനാട്ടിലെയും വേമ്പനാട്ടിലെയൊക്കെ ജലാശയങ്ങൾ നോക്കിയാൽ, കായലിൽ നോക്കിയാൽ, തോടുകളിൽ നോക്കിയാൽ ധാരാളം തിങ്ങി നിറഞ്ഞു വളരുന്ന പോളകൾ കാണാം, വാട്ടർ ഹയാസിന്ത്, വീഡ്സ്. സോ ഇത് വർഷാവർഷം ഗവൺമെന്റുകൾ പൈസ മുടക്കി അതിനെ വാരുകയും വീണ്ടും അതുപോലെ തന്നെ തിരിച്ചു വരികയും ചെയ്യാറാണ്. ഇതിനൊരു പെർമനന്റ് സൊല്യൂഷൻ ആവില്ലെങ്കിൽ to some extent we can solve this issue by converting them into useful products. So such a training was imparted to, again, the Social Innovation Lab. Women were given training to make various products out of water hyacinth. We developed handmade paper from water hyacinth, which is it's in the phase of refinement. Handmade paper will have a different texture, and now it is being standardized.
This also gives an additional livelihood opportunity for the women. Then nutritional security ensure ചെയ്യാൻ വേണ്ടിയിട്ട് മുഹമ്മയിലുടനീളം തിരഞ്ഞെടുത്ത വാർഡുകളിൽ we have given planting materials of moringa and papaya to ensure food nutritional security for the local people. So this program is also being extended to similar wards. Next is to enhance the livelihood opportunities of youth and to address the energy conservation issues. We have imparted training for the youth in making LED lights. Around 11 youth from the community were trained in making LED bulb and tubes, and these tubes were given on a subsidized rate to the people in Muhamma itself, so that it will solve the energy, it will give the energy balance and also become a livelihood opportunity. Another activity we carry out is a participatory tourism in collaboration with the National Geographic Society, where they bring in tourists and visitors to Vembanad region who are entertained by the community people. Visitors will entertain with the community people so that they can receive the people share their knowledge. ഒരു knowledge exchange ആണ് ഉദ്ദേശിക്കുന്നത്. ഫോറിനേഴ്സ് വരുന്ന വിസിറ്റേഴ്സ് വരുന്ന സമയത്ത് വേമ്പനാടിനെ കുറിച്ചും അവിടെയുള്ള റിസോഴ്സിനെ കുറിച്ചും അവരുടെ ലൈവ്ലിഹുഡ് അങ്ങനെ വേരിയസ് ആക്ടിവിറ്റീസ് ലൈക്ക് വി ഡു ഹാവ് ഫിഷ് സാങ്ച്വറീസ് ആൻഡ് ക്ലാം റിലേയിങ് പ്രോഗ്രാംസ്, അങ്ങനെയുള്ള കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പാർട്ടിസിപ്പേറ്ററി ആക്ടിവിറ്റീസ് ആണ് നമ്മൾ കൂടുതലും അവിടെ ചെയ്യുന്നത്. അങ്ങനെയുള്ള ആക്ടിവിറ്റീസിൽ വരെ ഈ ടൂറിസ്റ്റിനെ എൻഗേജ് ചെയ്യിച്ചുകൊണ്ട് അതിന് ലേക്ക് പ്രൊട്ടക്ഷൻ ഫോറംസും അതിനോടൊപ്പം ചേർന്നുണ്ട്. അവരും കൂടെ ചേർന്നുകൊണ്ട് ഈ ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്യുകയും ഇൻ റിട്ടേൺ ദേ വിൽ പേ LPF a certain amount which is being used into the conservation activities. So now this is a nutshell of various activities, major activities we carry out in Muhamma. Now I'll stick on to some success stories, major successful projects which we implemented in Muhamma. So one of such project is the bio-waste management using black soldier fly larvae. Black soldier fly larvae or BSF, പട്ടാള ഈച്ചയെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇല്ലെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ഓർഗാനിക് വേസ്റ്റ് ഡംപ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാനാവും ഈ വേസ്റ്റ് കൂടി കിടക്കുന്ന സ്ഥലങ്ങളിൽ വന്നു പോകുന്ന ഒരു ഈച്ചയുണ്ട്. പൈപ്പ് കമ്പോസ്റ്റിലോ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ സിമിലർ ആയിട്ടുള്ള കമ്പോസ്റ്റുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പുഴു ഇങ്ങനെ ഞൊരച്ച് മുകളിലേക്ക് കയറി വരുന്നത് കാണാം. അതിലൊരു എണ്ണം ഇവനായിരിക്കും ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ ലാർവ എന്ന് പറയുന്നതിന്. അപ്പൊ ഇതിന് ഈ ഫ്ലൈയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അഡൽട്ട് സ്റ്റേജസ് they don't feed, they don't have any, the flies do not have any mouth parts and they do not feed, only the larval stages are feeding. So ഓർഗാനിക് വേസ്റ്റ് നമ്മൾ ഈ ലാർവകൾക്ക്, അതായത് ഈ ഈച്ചകൾക്ക് മുട്ടയിടാനുള്ള ഒരു അവസരമായിട്ട് ഒരു ബയോപോഡ് എന്ന് പറയുന്ന ഒരു പ്രത്യേക രീതിയിലൂടെ, ഒരു ഡിവൈസിലൂടെ നമ്മൾ ഓർഗാനിക് വേസ്റ്റിനെ ഇത്തരത്തിൽ മാനേജ് ചെയ്യാണ് ഈ ഒരു പ്രോജക്റ്റിൽ ചെയ്യുന്നത്. അപ്പൊ ഇതിനായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത ബയോപോഡ്സ് പലയിടത്തും യൂസിൽ, ഈ ഒരു പ്രോജക്റ്റ് ഫോറിൻ കൺട്രീസിൽ ഉൾപ്പെടെ പ്രൂവൺ ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. ഇതിനെ നമ്മൾ ലോക്കലി എങ്ങനെ ആൾക്കാർക്ക് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ വീട്ടിൽ തന്നെ ഇത് എഫക്റ്റീവായിട്ട് ഓർഗാനിക് വേസ്റ്റ് മാനേജ്മെന്റിനെ എങ്ങനെ ഉപയോഗിക്കാമെന്നും ഇതിന്റെ ലാർവകളെ എങ്ങനെ അവരുടെ തന്നെ ലൈവ്ലിഹുഡിനും ആക്ടിവിറ്റീസിന് അതിലേക്ക് ഉപയോഗപ്പെടുത്താമെന്നാണ് നമ്മൾ ഈ ഒരു ചെറിയ പദ്ധതിയിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ ചെറിയ നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റും, ചെറിയൊരു 2 ബക്കറ്റിന്റെ ഒരു സംവിധാനം ഉപയോഗിച്ചിട്ടാണ് ഈ ബയോപോഡ് നിർമ്മിച്ചിട്ടുള്ളത്. നമ്മൾ അതിന് വളരെ ചെലവ് കുറവാണ്. ഒരു ചെറിയ ബക്കറ്റും ഒരു വലിയ ബക്കറ്റുമാണ് ആവശ്യം വരും. പിന്നെ T ആകൃതിയിലുള്ള ഒരു പൈപ്പ്, പിന്നെ ഉള്ളിലും നിങ്ങൾക്ക് കാണാനാവും ചെറിയൊരു പൈപ്പ് കട്ട് ചെയ്ത ഒരു സ്ട്രക്ചർ ഉണ്ടാവും. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തന്നെ ഇങ്ങനെ ഒരു ബയോപോഡ് സംവിധാനം ചെയ്തെടുക്കാൻ പറ്റും. ഇതില് നമ്മൾ വേസ്റ്റ്, ഓർഗാനിക് വേസ്റ്റ് ഡംപ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദ ഫ്ലൈസ് will be attracted to this organic waste and they will come and lay their eggs. ഇങ്ങനെ മുട്ടയിട്ട് ലാർവൽ സ്റ്റേജിലേക്ക് ഈ ഈച്ചകൾ
എത്തിയതിനു ശേഷം ഈ ഞാൻ പറഞ്ഞല്ലോ ലാർവൽ സ്റ്റേജസ് ആണ് കൂടുതലും ഫീഡ് ചെയ്യുന്നത്. വൊറേഷ്യസ് ഫീഡേഴ്സ് ആണ്. അപ്പൊ ഈ ഓർഗാനിക് വേസ്റ്റിനെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഫീഡ് ചെയ്തിട്ട് മനുവറാക്കി മാറ്റാൻ, അല്ലെങ്കിൽ ധാരാളം നമുക്ക് കിട്ടുന്നത് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ലാർവകളാണ്. അങ്ങനെ ഈ ലാർവകളെ ഇങ്ങനെ ഉണ്ടാകുന്ന ലാർവകൾ സ്ലോലി അതിന്റെ മുകളിലേക്ക് വന്നതിന് ശേഷം ഈ ബക്കറ്റിൽ കളക്റ്റഡ് ആവും. ഈ പുഴുക്കളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലി പ്രോട്ടീനേഷ്യസ് ആണ്. ഇതിനെ നമുക്ക് മത്സ്യങ്ങൾക്കും താറാവ്, കോഴി അങ്ങനെയുള്ള ജന്തു പൗൾട്രി ഫീഡിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഈവൻ ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഡോഗ് ഫീഡ്. കുറച്ച് എൻറിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ടു എ ഗുഡ് ഡോഗ് ഫീഡ്. സോ it's a small video of the working of Biopod. You can watch the video from YouTube. The link is it's being uploaded by Karshagasri one episode. Then here are this. So after this, we have developed a prototype for this Biopod it's in the testing stage, so that it will solve some of the flaws which we found in the local Biopod we made, so that it can be used for both households and the other what do you call in this small scale shops and industries. Vegetable suppose in the vegetable market, if they want to solve the issue of organic waste, to deal with that, they can use this model. So it's in the testing stage, and this Biopod other DIY model is being propagated into the throughout the panchayat. Panchayat has taken an initiative to supply this Biopod to all the poultry farmers and fish farmers in the area. പഞ്ചായത്ത് തന്നെ ഒരു പ്രോജക്റ്റ് വെച്ചിട്ട്, കാരണം എല്ലാ പഞ്ചായത്തിലും നമുക്കറിയാം പൗൾട്രി ഫാമിങ്ങിനും പ്രത്യേക സ്കീമുകളുണ്ട്. കോഴിക്കൂടും കോഴിയും ഒക്കെ ആയിട്ട് ആൾക്കാർക്ക് കൊടുക്കുന്നത്. അവർക്കൊക്കെ ഒരു ഫീഡിന്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്ത് എഫക്റ്റീവ് ആയിട്ട് പൗൾട്രി ഫീഡ് കണ്ടെത്താനുള്ളൊരു ബെസ്റ്റ് മോഡലാണ് ബയോപോഡ് സിസ്റ്റം. വളരെ ചുരുങ്ങിയ ചെലവിൽ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ പോപ്പുലാരിറ്റിയാണ് ഈ സ്കീമിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ടു വേരിയസ് പാർട്സ്. ഒരു ലോക്കൽ സെൽഫ് ഗവൺമെന്റുമായിട്ട് ചേർന്നിട്ട് ഒരു വൈഡ് അപ്സ്കെയിലിങ്ങിനുള്ള ഒരു പ്ലാൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് രണ്ടാമത് ഞാൻ പറഞ്ഞ ഒരു സക്സസ് സ്റ്റോറിയാണ് ദ ടോപ്പിക് ഐ വോണ്ട് ടു എക്സ്പ്ലെയിൻ മോർ. The synthetic sanitary pad-free village, Mohama. It's another success story from the Antrix project we run in Mohama. So basically, we started from here. As I told you earlier, while cleaning the canal, while restoring the canals in Mohama, we found a huge quantity of menstrual waste in the water bodies. So ultimately, all these canals will come and join the lake and then reaches the sea. So while cleaning up the canals, when we found this issue, we started dialogue with the local women. So we started discussing what are the problems, what are the practices they follow, and how they dispose these sanitary pads. So from a preliminary survey, what we found is there are approximately 8,000 menstruating women are there in Mohama. 25% of them still uses old clothes to manage menstruation, and 75% use synthetic sanitary pads. And on our rough estimate, around 1 lakh synthetic soil pads are generated every month. And as we all know, we do not have a good system of waste disposal. So most of the women, what they do is either they throw into the garbage, water bodies, or burn it. So there is no other option available for this. അവരെ കുറ്റം പറഞ്ഞിട്ട്, സ്ത്രീകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. We don't have such a system to dispose sanitary pads. Even അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വസ്തുത എന്തെന്ന് പറഞ്ഞാൽ, ഈവൻ ഈ സിന്തറ്റിക് സാനിറ്ററി നാപ്കിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികൾ പോലും അഡ്വൈസ് ചെയ്യുന്നത് to dispose them effectively, it should be burned at 800 degrees Celsius for 15 minutes. ഈ 800 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ്സ് ബേൺ ചെയ്യാനുള്ള സംവിധാനം ഒന്നും നമ്മുടെ ലോക്കൽ അല്ലെന്നുണ്ടെങ്കിൽ കോമൺ വിമന് ഇല്ല എന്ന് തന്നെയാണ്. And we found that there are so many health issues related to that, and the social stigmas and taboos in our society make it still worse.
So here you can see a general trend as per the studies. What is the trend in our country? Uh, Only 60% of Indian women have access to sanitary pads, but in Kerala the case is different. Almost above 90% of the women do have access to sanitary pads, and most of them use sanitary pads. Even the case of Muhammad, you saw that around 75% of the women are sanitary pad users. And other almost 100% women here do have some sort of hygiene management, but in many parts of India that's not the case. Even women bleed freely, but in Kerala only maybe some tribal areas are lacking the access of synthetic sanitary pads. These are all the common practice. How these are the practice how they dispose, how women dispose in the use sanitary pads. Either they flush in the toilets or burn it or throw in the garbage. ഏത് രീതിയിൽ ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അൾട്ടിമേറ്റ്ലി ഇറ്റ് റീച്ചസ് ദ വാട്ടർ ലാൻഡ്ഫിൽസ് ഓഫ് വാട്ടർ ബോഡീസ്. അതാണ് നമ്മൾ എൻവയോൺമെന്റൽ എഫക്ട്സ് നോക്കുമ്പോൾ കണ്ടുവരുന്നത്. അതാണ് ഒരു സിന്തറ്റിക് സാനിറ്ററി പാഡ് ഇറ്റ് വിൽ ടേക്ക് 800 years to decompose, and one synthetic sanitary pad is equivalent to 4 carry bags. 4 carry ബാഗിന് ഇക്വലന്റ് ആണ്. അത്രയും ഒരു പ്ലാസ്റ്റിക് അതിനകത്തിൽ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ 800 years എടുക്കും എന്ന് പറയുമ്പോൾ ഇന്നേ വരെ എന്തുമാത്രം സാനിറ്ററി നാപ്കിൻസ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടോ, നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടോ, അതെല്ലാം നമ്മുടെ ലാൻഡ് ഫിൽസിൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റിൽ തന്നെ ഉണ്ടെന്നാണ് എന്റെ സിമ്പിൾ മീനിങ്. ആൻഡ് ദേ ആർ ഹൈലി ടോക്സിക്. ജസ്റ്റ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് പറയണമെന്നില്ല, പക്ഷെ എന്തായാലും ഈ ഒരു പാർട്ട് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. കാരണം നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, വി ഷുഡ് ബി അവെയർ ഓഫ്, every one of us should be aware of the content and the effects of these synthetic sanitary pads. So just have a look the ingredients in this disposable pads. More than 90% of the pads are made up of plastic itself. Then they contain super absorbent gels. You cannot see even a bit of cotton inside. Almost all the layers are made up of either wood pulp or super absorbent gels with added chemicals like styrene, chloromethane and chloroethane. And nowadays all the pads come with good fragrance. ഇപ്പോൾ കൂടുതലും പരസ്യവാചകങ്ങളിലൊക്കെ പൊതിഞ്ഞ് മണവും പലതരത്തിലുള്ള മണവും ഒക്കെ ആയിട്ടാണ് ഈ സാനിറ്ററി നാപ്കിൻസ് ഇറങ്ങുന്നത് തന്നെ. അപ്പോൾ ഓരോന്നും ഓരോ ഈ സംവിധാനവും അല്ലെന്നുണ്ടെങ്കിൽ ഓരോ പരസ്യവാചകങ്ങളിലൂടെ നമ്മൾ കൂടുതലായി നമുക്ക് ഏർപ്പെടുത്തി തരുന്ന സൗകര്യങ്ങൾ, സ്ത്രീകൾക്കെന്ന് പറഞ്ഞ് ഏർപ്പെടുത്തി തരുന്ന സൗകര്യങ്ങളിലൊക്കെ ഇതുപോലെയുള്ള കെമിക്കൽ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റും ഹെൽത്തിന് ഹാംഫുൾ ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. Now you can see the chemicals used in tampons and pads. Tampon usage വളരെ കുറവാണെങ്കിൽ പോലും synthetic sanitary napkins അതിന്റെ ഒരു പെർസെന്റേജ്. ആൻഡ് കോട്ടൺ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഹെർബിസൈഡ്സ് ആൻഡ് പെസ്റ്റിസൈഡ്, ഓൾ ദീസ് ഇതെല്ലാം കെമിക്കൽ ബേസ്ഡ് ആണ്. ഈ ഇങ്ങനെയുള്ള ഒരു സാനിറ്ററി പ്രോഡക്റ്റ് ആണ് നമ്മൾ വി യൂസ് ഇറ്റ് ഫോർ അവേഴ്സ് ഇൻ ആർ വെരി ഡെലിക്കേറ്റ് ആൻഡ് ഹൈലി സെൻസിറ്റീവ് പ്രൈവറ്റ് പാർട്സ്. ആൻഡ് ഒരു സിന്തറ്റിക് നാപ്കിൻ ഉപയോഗിക്കുന്ന സമയത്ത് അതൊരു 4 മണിക്കൂർ ഉപയോഗിക്കുകയാണ് ഏറ്റവും അഭികാമ്യം, ഓർ എൽസ് to a maximum of 6 hours. അതിന് അപ്പുറം ഉപയോഗിക്കാനേ പാടില്ല. So all these create health issues like various urinogenital diseases, reproductive diseases, including cancer. So you just from the picture itself you can see what are the social impacts, how it affects the community and the public. So there are solutions. The alternatives are available available but haven't reached the women yet, especially in the rural areas, or people are not aware of it. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞങ്ങൾ ഈ ഇഷ്യൂ കണ്ടെത്തുന്ന സമയത്തും കമ്മ്യൂണിറ്റിയിലുള്ള സ്ത്രീകളുമായിട്ട് സംസാരിക്കുന്ന സമയത്തും എല്ലാവർക്കും പ്രോബ്ലംസ് ഉണ്ട്, പക്ഷെങ്കിൽ ഇവരാരും അത് തുറന്നു പറയുകയോ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുകയോ യാതൊന്നും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആൾട്ടർനേറ്റീവ്സിന്റെ കാര്യം അവർക്ക് അറിയുന്നുമില്ല. അതാണ് കണ്ടെത്തിയ മെയിൻ പ്രശ്നം. അപ്പൊ ഇവിടെ ഇറ്റ്സ് ക്ലിയർ ദാറ്റ് വി നീഡ്
community need awareness programs and they need alternatives, the availability of alternatives. ഈ alternatives-ന് അവർക്ക് പ്രാപ്യമാവുകയും അവർക്ക് ഇതിനെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാവുകയാണ് ഏറ്റവും അത്യാവശ്യം എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പൊ അങ്ങനെയാണ് ഈ പ്രോജക്റ്റിന്റെ ഇനീഷ്യൽ സ്റ്റേജസിൽ ഇനിഷ്യലി വി സ്റ്റാർട്ടഡ് അവയർനെസ് through seminars and workshops where along with the awareness we provided alternatives, gave an opportunity for them to try it out, for those who are willing to try them, and we got the feedback were collected, and based on the feedback we extended it to more women in Muhamma on seeing the success of the products. So when community or women accepted these products, we were confident that it can be taken to the entire society community. അങ്ങനെ അതിനുശേഷമാണ് we planned a project availing the same CSR and funds, and we involved Panchayat and the health department. Panchayat availed their plan funds, and with the help of the CSR funds and Panchayat funds, we subsidized the pads and menstrual cup and made them available to the community. And planning and execution of this project involving we involved various arms of the local self-government and gave special focus to awareness, focus to the awareness component. So this is the in a nutshell, this is the project we planned in 2 phases. First one was the awareness creation part, where we conducted campaigns, seminars, workshops through, and carried out so many classes and programs through medias and channels, door-to-door awareness campaigns with the help of brochures. Then as a second phase, we planned availing the Panchayat plan funds and CSR funds to make the products available to the community. And towards the end of the project, we plan to make a cloth pad stitching unit within the community, involving the social innovation lab, trained women of the social innovation lab to create livelihood opportunities for them. These are the outcomes of the project, which will ultimately result in a cleaner wetland, menstrual waste-free Muhamma, and develop entrepreneurship, provide better livelihood opportunities for the women, and better health of the women. So this now this is the in general, this is the approach we followed. So this is the most important component of the success element of the project, I would say. So from the very beginning itself, we involved the Panchayat and the health department, because this is a very sensitive issue, socially sensitive, and health-wise also very delicate issue. So the support from the Panchayat and health department was very crucial in the execution of the project. So initially we conducted trainings in association with the health department, so that it will build a confidence or acceptability. It will increase the acceptability within the community. Otherwise, being an NGO, we have limitations to go into the community and talk about such health issues. Then we involved Haritha Karma Sena, CDS and ADS board members, education department, ASHA workers, which they come under the health department itself, then ICDS. And through all these arms of the government, we were able to reach the entire women population in Muhamma, and awareness programs were executed. So these are the major activities we carried out. ആദ്യം തന്നെ ഞങ്ങൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടു കൂടി, അതായത് മുഹമ്മയിലെ ഓരോ വാർഡിനും എല്ലാ പഞ്ചായത്തിലും, അതെ മുഹമ്മയില് മാത്രമല്ല എല്ലാ പഞ്ചായത്തിലും ആശാ വോളണ്ടിയേഴ്സ് ഉണ്ട്. മുഹമ്മയില് 16 വാർഡുകളുള്ളതിൽ ഓരോ വാർഡിനും 2 ആശമാര് വീതം ഉണ്ട്. So we equipped these ASHA workers, trained them and equipped them with samples of cloth pads and menstrual cup. We designed a notice and leaflet for them, provided a kit for them to do this awareness campaign. So these ASHA workers do visit the households. They will have
this much number of houses assigned to each of the ASHA workers, and they will be visiting all these households every month. So it will be easy for them to create this awareness, because they do talk about various health issues in the community. So through these activities, the door-to-door campaigns, they reached all the awareness reached every household in Mohama. Incentives and subsidies were also provided for them in buying and distributing cloth bags. Then we focused on campaigns in at Grama Sabha, CDS meetings, MNREGS sites, Anganawadis, schools and colleges. Wherever where we have opportunities to talk to women, or wherever women assemble, we did a lot of campaigns at all these platforms to complete the awareness program. Then since the product is subsidized, their accounting is it's also very important. So for the transparency in accounting, we created a CDS account to make it very transparent. And next, during the pandemic, we all know how the ASHA workers were busy in handling the pandemic, and related, they had a lot of duties during the pandemic. So then we shifted we adopted a different strategy. We trained 16 CDS members from 16 wards of the panchayat, and under the CDS, they had their ADS, area development societies are there. There also they have 7 members, a committee of 7 members are there. And at the ADS, they a health supervisor or health cum hygiene managing. അങ്ങനെ ഒരു particular area deal ചെയ്യുന്ന representatives ഉണ്ട് ADS ലെവലിൽ. അങ്ങനെയുള്ള representatives-നെ കൂടെ ട്രെയിൻ ചെയ്യുകയും, അതുപോലെ തന്നെ ADS-ന്റെ കീഴിലുള്ള അയൽക്കൂട്ടങ്ങൾ, നെയ്ബർഹുഡ് ഗ്രൂപ്പ്സ് ഉണ്ട്. ഈ നെയ്ബർഹുഡ് ഗ്രൂപ്പ്സിനെ അങ്ങനെ മുഹമ്മയിൽ 16 വാർഡുകളിലായിട്ട് 418 നെയ്ബർഹുഡ് ഗ്രൂപ്പ്സ് ഉണ്ട്. ഈ അയൽക്കൂട്ടങ്ങളിലുള്ള ഗ്രൂപ്പ് ലീഡേഴ്സിനെ ട്രെയിൻ ചെയ്തതിന് ശേഷം അവരിലൂടെ ഈ അവയർനെസ് ക്യാമ്പയിൻ മുഹമ്മയിലെ ഓരോ സ്ത്രീകളിലും എത്തിക്കുകയും, അങ്ങനെയാണ് ബാക്കിയുള്ള ഈ സ്ത്രീകളിലേക്ക് ഈ അവയർനെസ് എത്തിക്കുകയും ഈ സബ്സിഡൈസ്ഡ് റേറ്റിൽ ഈ ഒരു പ്രോഡക്ട്സ് എത്തിക്കുകയും ചെയ്തത്. And after that, through surveys and online groups, webinars, campaigns, we took this campaign forward. And finally, ഈ പ്രോഡക്ട്സിനെ, അതായത് ഓൾട്ടർനേറ്റീവ് സസ്റ്റൈനബിൾ ഓൾട്ടർനേറ്റീവ്സ് ആയിട്ടുള്ള ക്ലോത്ത് പാഡ്സും മെൻസ്ട്രൽ കപ്സും ഫെമിലറൈസ് ചെയ്തതിന് ശേഷം, ആൾക്കാർ അത് അഡോപ്റ്റ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം, സ്ലോലി വി സ്റ്റാർട്ടഡ് ക്യാമ്പയിൻസ് ഇൻ ദ ഷോപ്സ് ഇൻ മുഹമ്മ. മുഹമ്മയിലെ സിന്തറ്റിക് സാനിറ്ററി പാഡ് വെക്കുന്ന ഷോപ്സിലൊക്കെ നമ്മൾ അവയർനെസ് ക്യാമ്പയിൻ നടത്തിയിട്ട് അവർക്ക് സബ്സിഡൈസ്ഡ് റേറ്റിൽ തന്നെ ഈ പ്രോഡക്ട്സ് അവരുടെ കടകളിൽ വെച്ച് ട്രൈ ഔട്ട് ചെയ്യാനുള്ള അവസരം, അതിനുള്ള പോസ്റ്റേഴ്സ്, അതുപോലെ തന്നെ സാമ്പിൾ മെറ്റീരിയൽസ് നമുക്ക് അവർക്ക് ലഭ്യമാക്കുകയുണ്ടായി. We provided samples and posters to display in the shops. And ഇത്തരത്തില് ഈ പ്രവർത്തനങ്ങളിലൂടെ മുഹമ്മയിലെ പൂർണ്ണമായിട്ടും മുഹമ്മയിലെ മോർ ദാൻ 90% ഓഫ് ദ വിമൻ അവരിലൊരു ഒരു ബിഹേവിയറൽ ചേഞ്ചസ് എവിഡന്റ് ആയി. They shifted their normal practice of using synthetic sanitary napkins to adopting green alternatives like cloth pads and menstrual cups. And as a final stage, we are training the women in Muhamma as the women of the Social Innovation Lab. We have given training for them to make cloth pads. And slowly we would like to start a small unit for them to develop their livelihood and popularize the products in the area. So this is the notice we designed to execute this project. This is for the door-to-door campaigns. We use this notice, and so all the problems, health issues are mentioned here, and alternatives, details of the alternatives. And we also gave a table showing the health
the makeup of the product, health issues, environmental issues, and how durable the product is, and the cost of the product. So that സാധാരണ ഒരു സ്ത്രീക്ക് ഇത് കാണുന്ന സമയത്ത് അതിന്റെ നിർമ്മാണം, ആരോഗ്യ പ്രശ്നം, പ്രകൃതി ആഘാതം, അതുപോലെ തന്നെ സാമ്പത്തിക വശം, ഇത് മൂന്നും താരതമ്യം ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് മനസ്സിലാക്കാനും അത് അഡോപ്റ്റ് ചെയ്യാനുമുള്ളൊരു അവസരം വരും. So basically what we have done is to make them aware about the health issues and environmental issues. We created platform for open talks about periods and share their experiences, feelings, and problems. And slowly there is room for a shifting to green alternatives. So as an impact and outcome of the project, we can say that awareness reached 7,032 households in Mohama and 6,100 menstruating women. Among them, 1,612 adolescent girls were benefited. More than 85% of the women shifted to cloth pads, and a small percentage, 5 to 10% of the women shifted to menstrual cups. That too in the of the age group 25 years to 35 years. That age group is more willing to adopt menstrual cups. Rest of the women, middle-aged and women above the age of 35, prefer using cloth pads. And as a result of all these activities, on 6th November 2020, Mohama is declared as the first synthetic sanitary pad-free village. So the activities as a whole reduced the quantity of menstrual waste generated and dumped into the wetlands. More than 50,000 synthetic pads dumped into the waste wetlands were being reduced. It also has, other than the environmental benefits, it has health benefits and economic benefits as well. So in short, these are the activities we carried out under the Sustainable Menstrual Waste Management Project. മുഖമോദയത്തിന് കീഴിൽ ഞങ്ങൾ ATCRC നടത്തിയ വേരിയസ് ആക്ടിവിറ്റീസിനകത്തിൽ ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ, ഒരു വളരെ വേഗമായിട്ട് ഞാൻ ജനറൽ ആക്ടിവിറ്റീസ് പറഞ്ഞു. അതിൽ നിന്നും തിരഞ്ഞെടുത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള 2 പ്രോജക്ട്സ് ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അതിൽ ഏറ്റവും ജനശ്രദ്ധ ആകർഷിച്ചതും എഫക്റ്റീവ്നെസ്, ഇമ്പാക്ട് കൊണ്ടുവന്നതുമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് ഈ സസ്റ്റൈനബിൾ മെൻസ്ട്രുവൽ വേസ്റ്റ് മാനേജ്മെന്റ്. അതിന് മുഹമ്മയെ ആദ്യ സിന്തറ്റിക് സാനിറ്ററി പാഡ്-ഫ്രീ വില്ലേജ് ആയി പ്രഖ്യാപിക്കുന്ന സമയത്തും പക്ഷെ ഈ ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഇമ്പാക്ട് വളരെ വലുതാണ്. അത് മുഹമ്മയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, പക്ഷെങ്കിൽ കേരളത്തിലും കേരളത്തിന് പുറത്തും ഈ ഒരു പ്രോജക്റ്റിന്റെ സക്സസ് വളരെയധികം ഓളങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്ത്രീകളുടെ ഇടയിൽ ഈ ഇത്തരത്തിലുള്ള ഒരു ബിഹേവിയറൽ ചേഞ്ചസ് ഇമ്പാർട്ട് ചെയ്യുന്നതിന് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രോജക്റ്റിന്റെ ഇംപ്ലിമെന്റേഷന് ശേഷം ധാരാളം ലോക്കൽ ഗവൺമെന്റ് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. പലരും ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ടേക്കപ്പ് ചെയ്യാനായിട്ടുള്ള എന്തൂസിയാസം കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഈ ഒരു പ്രോജക്റ്റും ഞങ്ങൾ നെക്സ്റ്റ് ഫേസിൽ വി ആർ അപ്സ്കെയിലിംഗ് ഇറ്റ് ടു അഷ്ടമുടി വെറ്റ്ലാൻഡ്സ്, അതിനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. വളരെ ചുരുക്കത്തില് ഇത്രയുമാണ് എനിക്ക് പ്രോജക്റ്റിനെ പറ്റിയിട്ട് പറയാനുള്ളത്. വളരെ ക്ഷമയോട് കേട്ടിരുന്ന എല്ലാ ഓഡിയൻസിനും ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു. ചോദ്യങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നു. Thank you so much, Rima Madam. Request participants, you can ask your questions. You can unmute yourself and ask questions. Rima. Hello. Hello, Rima. Yeah, Deepa here. Hi, Deepa. Hi. So my question was, you said a percentage of the young adults, the females, were also willing to shift to the menstrual cups. Yes.
So what was the challenge in convincing the mothers about the usage for, the younger girls, if any, and how did you handle it? Like, going ahead, that is going to be the biggest challenge, convincing the younger generation. Yeah. So Yeah. what was your modus operandi? As you said, it was one of the major challenge we addressed. Because it was difficult to convince mothers than convincing girls. That's what I feel. Even if it's using cloth pads or it's in using menstrual cups. For the usage of menstrual cups, many of the students or young girls are willing to use menstrual cups, but still our mothers are a bit afraid of many issues, like even the virginity issues. The girls are not much concerned, it seems, but mothers are more concerned about it. And another thing is, in using cloth pads, initially girl students in, especially from schools, they had a bit they were hesitated to use even cloth pads because they don't like to wash it. That's a problem. But after continuous awareness, it took a while for them to understand the health consequence of the synthetic sanitary pads. But in the course of time, or after certain awareness classes in schools and colleges, slowly there is a trend of shifting them to cloth pads. And what I understand is, in a place like Muhamma, or in mostly in rural areas, mothers are against menstrual cups, but they are not against clothes. When the children are at home, they advise them to use cloth pads, because at some point they are aware of these health issues. And what I understand is, there are and most of the women, I can say, have experienced some sort of allergy or some sort of even small issues. They have experiences of using synthetic sanitary napkins. So when they hear how it is made up of, what the contents are, and how it is affecting their health and environment, through continuous awareness programs, it's possible. So slowly, the change is very slow, but it's still coming up. And ഒരു follow up question കൂടെ, അതായത് നമ്മൾ ക്ലോത്ത് പാഡ് പറയുമ്പോഴും യൂസേജ് ഓഫ് വാട്ടർ ആൻഡ് ഡ്രൈയിങ് ഇറ്റ് വെരി ഹൈജീനിക്കലി, ഇത് രണ്ടും വലിയൊരു കാര്യമാണ്. You need a lot of water resource to wash these, because I have used, when I was till almost my marriage, cloth pad, so I know the amount of water you need to get over that thought of it being clean. And also അതിനെ ഉണക്കുന്നതിന്റെ ഒരു ക്ലോസ് ഡോർസ് അപ്രോച്ച് ഉണ്ട്, നമ്മൾ പുറത്തിടാറില്ല. അപ്പൊ എത്രത്തോളം പെർഫെക്റ്റ് സൺലൈറ്റിൽ ഉണങ്ങും എന്നറിയില്ല. അപ്പൊ ഈ ഒരു ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ ഡൂയിങ് ദിസ് വിത്ത് സ്കൂൾ ചിൽഡ്രൻ ഗോയിങ് അഹെഡ്. സോ ദാറ്റ്സ് വൈ ഐ എം ആസ്കിംഗ് ദിസ്. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം എൻഷുർ ചെയ്യുന്നത് എങ്ങനെയാണ്? അവരോട് സംസാരിക്കുന്നത്, ദി ഹൈജീൻ ഓഫ് ക്ലോത്ത് പാഡ്സ്, ബിക്കോസ് ദ വാട്ടർ റിസോഴ്സ് ആൻഡ് ഡ്രൈയിങ് ഇസ് ഇൻവോൾവ്ഡ് മേജർലി. അപ്പൊ അതും did you tackle it in the course of your this project? But in my experiences from Muhamma, അവിടെ ഈ വെള്ളത്തിന്റെ ആ ഒരു യൂസേജ്, അവർക്ക് ആ സ്കാർസിറ്റി ഇതുവരെയും അവർക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ഈ വെറ്റ്ലാൻഡ്സിൽ വർക്ക് ചെയ്യുമ്പോൾ, when we work in areas like കുട്ടനാട് and വേമ്പനാട്, water is not an issue. Water everywhere, but it's a problem for them. അപ്പൊ വാഷ് ചെയ്യാനുള്ള വാട്ടറിന്റെ കേസിൽ അവർക്ക് അതൊരു കൺസ്ട്രെയിൻ ആയിട്ട് ഇതുവരെയും തോന്നിയിട്ടില്ല. ബട്ട് ഐ ഡു എഗ്രി വിത്ത് യു, ബിക്കോസ് വെൻ വി ഗോ ടു അതർ ഏരിയാസ്, ഈവൻ ഈ വാട്ടർ യൂസ് ചെയ്ത് ഇത്രയും വാഷ് ചെയ്യുന്നത് ഒരു പ്രോബ്ലം ആയിട്ട് കാണാം. പക്ഷെങ്കിൽ ഇതിൽ പറഞ്ഞൊരു പോയിന്റ് വളരെ റെലവെന്റ് ആണ്. കാരണം നമ്മൾ ക്ലോത്ത് പാഡ്സ് യൂസ് ചെയ്യാൻ, ക്ലോത്ത് പാഡ്സ് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഹൈജീൻ ഇഷ്യൂസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം അത് പ്രോപ്പറായിട്ട് വാഷ് ചെയ്ത് ഉണക്കിയില്ല എന്നുണ്ടെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് വിൽ ബി സ്റ്റിൽ ദെയർ. അപ്പോ അത് കൃത്യമായിട്ട് ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാൻ വളരെ സ്ട്രെസ് കൊടുത്തിട്ടാണ് നമ്മൾ അവയർനെസ് ക്യാമ്പയിൻസ് കൊടുത്തിട്ടുള്ളത്. അത് റണ്ണിങ് വാട്ടറിൽ വാഷ് ചെയ്യാതെ, what I advise is take half or quarter, ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം ഒരു ഹാഫ് ആൻ അവർ പ്രോപ്പർ ആയിട്ട് സോക്ക് ചെയ്ത് വെച്ചാൽ, ഇഫ് ഇറ്റ് സോക്ക് ഫോർ ഹാഫ് ആൻ അവർ, ഈ ഇത്രയും നമ്മൾ ഈ പറയുന്ന വാട്ടർ കൺസംഷൻ കുറേയേറെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. കാരണം അത് സ്റ്റെയിൻ പോകുന്നത് വരെ ഫ്രം ദ
immediately after the usage stain പോകുന്നത് വരെ continuous ആയിട്ട് running water ൽ കഴുകാൻ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ water usage നമുക്ക് control ചെയ്യാൻ പറ്റില്ല. Instead of that, if you soak the used pad for at least half an hour in water, ഈ വാട്ടറിന്റെ യൂസേജ് മാക്സിമം കുറയ്ക്കാൻ പറ്റും, എഫക്റ്റീവ് ആയിട്ട് അതിനെ ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും. സോ ദാറ്റ്സ് വാട്ട് ദ എൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു അഡ്വൈസ്, ഞാൻ എങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്തത്. കണ്ടക്ടഡ് ഞാൻ മുഹമ്മയ്ക്ക് പുറത്തും കോളേജസിലും യൂണിവേഴ്സിറ്റീസിലും ഒക്കെ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പം അവിടെ ഞാൻ ഇൻസിസ്റ്റ് ചെയ്ത് പറയുന്ന ഒരു പോയിന്റ് ഇതായിരുന്നു. Okay, I'll connect you later on that. Definitely. Thank you. Yes, participants, any further questions? Can you please directly ask? Good evening. My name is Ranol Netto. I'm from Germany. I'm a human rights and an environmentalist. So what is my question is, I mean, when the municipal management of solid waste is not practicable, I mean, really it is not practicable in the state of Kerala, you know. So how can this be handled in a proper way with the panchayat or with the municipality or with the government in segregating and creating something different what is happening in the state? It is now the solid waste management is not at all active in the state of Kerala. So how can this be improved by educating the citizens how to segregate the solid waste or the waste management system using color codes and segregating the waste in different ways? Because the waste has been dumped all over the place. It is not in a particular place that they dump the waste. They dump everywhere, on the street or in any place where they, I mean, it is a very bad situation that, I mean, it's been long years and it's not changed so far in India. And the Vedic times, it's been expressed that the nature is something which is much more than human being, and that you have to protect the nature. If the human being has to sustain, the nature has to be protected. When the nature is not being protected, then how can a human being be protected? So how this can be, I mean, educated? And what is the method that you are intending to educate the people? Thank you, sir. Thank you for your question. What you have said is very true, because when the nature itself is not protected, how can the human beings be expected to protect? Yeah. So this issue has to be dealt very carefully, because the main thing we need to do is to create awareness among the common man. It's not that they are not aware of the problems of the waste disposal and the problems that how it becomes harmful for the nature, but that behavioral changes should come from within. So continuous awareness programs need to be conducted, and more than that, the government should do policy level interventions, and laws should be intact, so that they won't, laws should come that in such a way that those who violate the law should be punished, and so such a system should come from the side of the government. Policy level interventions are required, and also from the very beginning, the awareness campaigns and things should start from the education institutions, from institutions itself. So from the very beginning, if the next generation is being trained, and if they are aware about the consequences, this problem can be solved to some extent. But mainly, I would say that policy level interventions are required
in the state. I mean, there is a law. There is law. According Yes. to what you say, the Municipal Solid Waste Management and Handling Rules 2000, it has specifically mentioned that if you dump a waste outside, you can be punished. Yes, but It's a criminal not, offense. It is a criminal offense. Why the authorized people are not taking legal actions against the people who dump it? Why they are preventing it? because our laws are not so, with the government or the local self-government or whoever responsible to take action on it, they are not very strict about it, or our laws still have loopholes or loose ends. There is no loopholes in the law. There is no Not in the loopholes law, but it's Yeah. being violated everywhere and no actions is being taken. So the the people people- will be Other way around also, sir. What happens is, though we are seeing people, I'm sorry, my video is off. Though we are seeing a lot of people putting across, the actual culprits, when they get it, they are being fined. All those things as per law is there. But what happens is these people, they are putting it in the mostly in night times. This happen, so we are not able to get them. Mostly in the early mornings or so, if somebody is there, they're getting caught in the cameras, they are being fined. So ഒരു സിംപ്ലിഫൈഡ് ആയിട്ടുള്ളൊരു എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് ആക്ടിനകത്ത് വ്യക്തമായ പ്രൊവിഷൻസ് പറയുന്നുണ്ട്, മുനിസിപ്പൽ ആക്ടിനകത്ത് വ്യക്തമായ പ്രൊവിഷൻസ് പറയുന്നുണ്ട്. ഈ പറയുന്ന വേസ്റ്റ് മാനേജ്മെന്റ് സർക്കാരിന് ഒരു നിയമം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ സിഗ്രിഗേറ്റ് ചെയ്ത് വേസ്റ്റ് മാനേജ്മെന്റ് ട്രീറ്റ്മെന്റ് പ്ലാൻസ് സർക്കാർ കൊണ്ടുവരണം. ദേ ഷുഡ് ഇംപ്ലിമെന്റ്. വൈ ദ ഗവൺമെന്റ് ഇസ് നോട്ട് ഇംപ്ലിമെന്റിംഗ് ഇറ്റ്? അപ്പൊ ജനങ്ങൾ അത് ചോദിക്കണം. It is the citizens' right to ask the government. This segregation, the waste management plans are there, sir. People are not It is not giving working. waste to the plant. It is not working. It Yeah. is not working. It is not working. True. It is not that the people are not giving. The plans are not working. It is only just a frame. There is no function inside it. സർക്കാർ ഈ പറയുന്ന പ്രോജക്റ്റുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലൊക്കെ കോടികളുടെ വെട്ടിപ്പും തട്ടിപ്പും നടന്നതിന്റെ ഒരുപാട് രേഖകളുണ്ട്. കോടികളുടെ തട്ടിപ്പാണ് ഈ പറയുന്ന പ്രോജക്റ്റിന്റെ പേരിലൊക്കെ നടത്തിയിരിക്കുന്നത്. So when a citizen has a right, he should question the government. Why the government is not doing it? Solid waste management issue is a multidimensional issue, sir. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്ത പോലെ, one thing, it needs proper education from the childhood level. Then പറഞ്ഞ പോലെ we have laws which is very laxly implemented. എപ്പോഴും പറയുന്ന പോലെ education and enforcement should go hand in hand. അപ്പൊ നമ്മളിവിടെ നമ്മുടെ തല പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഹെൽമെറ്റ് വേണമെന്ന് റൂള് കൊണ്ടുവന്നിട്ട് ആരും ഹെൽമെറ്റ് വെച്ചില്ല. വഴിയിൽ ട്രാഫിക് പോലീസ് പിടിച്ചു നിർത്തി പറവറ ഫൈൻ അടിച്ചപ്പോഴാണ് നമ്മള് ഹെൽമെറ്റ് വെക്കാൻ തുടങ്ങിയത്. അപ്പം എൻഫോഴ്സ്മെന്റ് ആൻഡ് എഡ്യൂക്കേഷൻ ഷുഡ് ഗോ ഇൻ ഹാൻഡ് ഇൻ ഹാൻഡ്. പിന്നെ സാർ പറഞ്ഞ പോലെ ഓരോ പൊളിറ്റിക്കൽ പാർട്ടീസും വരുമ്പം they have their vision for the 5 years. What can I gain? It's only on the papers. Political mudslinging, corruption, ഇതെല്ലാം കൂടെ വന്ന, as you rightly said, there is nowhere in Kerala that you can show a proper municipal solid waste management. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലിലുള്ള മന്ത് മറ്റേ കാലിലോട്ട് മാറ്റുക എന്ന് പറയുന്ന പോലെ അവിടെ ഇവിടെയും there is a whole split of centralized and decentralized waste management. There is some people who advocate for centralized waste management. Then there is another whole community who advocates for decentralized waste management. അങ്ങനെ കുറെ കാര്യങ്ങൾ അവിടെ ഇവിടെയായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ തിരുവനന്തപുരം സിറ്റിക്ക് അത് നോക്കിയാൽ തന്നെ, I will not say it is a perfect system, but corporation is doing so many things in their capacity. പിന്നെ നമ്മുടെ കേരളത്തിനകത്തുള്ള ഏറ്റവും വലിയ ഇഷ്യൂ ഇസ് ലാൻഡ് അവൈലബിൾ. നമുക്ക് എവിടെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് പോയി, ഇപ്പം എന്റെ അങ്കിള് ദുബായിൽ നിന്ന് വരുമ്പം എപ്പോഴും ഇത് ക്രിട്ടിസൈസ് ചെയ്യും, നിങ്ങളൊക്കെ വലിയ എൻവയോൺമെന്റ് ഇവിടെ വേസ്റ്റ് ചെയ്യാൻ. അപ്പൊ ഞാൻ ചോദിക്കും, നിങ്ങൾ ദുബായിൽ എന്താ ചെയ്യുന്നത്? ഡെസേർട്ടിൽ എവിടെയോ കൊണ്ട് ലാൻഡ് ഫിൽ ചെയ്യുകയാണ്. നമുക്കൊരു പ്രശ്നം കേരളത്തിനകത്ത് അങ്ങനെ ഒരു ലാൻഡ് ഫിൽ ഇല്ല. ഇപ്പൊ ഈ സർക്കാർ പോലും 7 വേസ്റ്റ് ടു എനർജി വേസ്റ്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കാൻ വലിയ ആർജവത്തോടു കൂടി മുന്നോട്ട് വന്ന് പ്രഖ്യാപനങ്ങൾ നടത്തി മുന്നോട്ട് പോയെങ്കിലും ടിൽ ഡേറ്റ് ഒരെണ്ണം പോലും സ്ഥാപിക്കാനായിട്ട് സ്ഥലം കണ്ടെത്താനായിട്ട് അവർക്ക് സാധിച്ചില്ല. സോ ലാൻഡ് അവൈലബിലിറ്റി ഇസ് വൺ അനദർ മേജർ ക്രഞ്ച് നമുക്കിവിടെ വേസ്റ്റ് മാനേജ്മെന്റ് ഫെസിലിറ്റീസ് ചെയ്യാനായിട്ട്. സോ ഇറ്റ് ഇസ് ഒരു മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. Be the left or the right, no government has been able to do anything.
See, one point, when you say that there is no land availability, there are lands for utilizations. They are just, see, only for the corporate, when it's needed, they can landfill a paddy field or a wetland. It is not a question, only for a corporate. Why the government can't utilize a land for their own purpose to create something which is sustainable for the people or for the nature? അല്ല, ഇതിനകത്ത് ഇപ്പം വന്നിരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ട്രിവാൻഡ്രം കോർപ്പറേഷൻ, ക്ലാസിക് എക്സാമ്പിൾ വെള്ളപ്പിൽശാല, we demonstrated a very wrong model there. And ഇപ്പം പൊളിറ്റിക്കൽ പാർട്ടീസ് എപ്പോഴും നമ്മൾ സൈറ്റ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാലും they will come up with a voice against that. വെളപ്പിൽശാലയ്ക്ക് വന്ന വിഷയം എന്ന് പറയുന്നത് അത് അൺസയന്റിഫിക് ആയിട്ട് നിർമ്മാണം നടത്തി അവിടുത്തെ പ്രപ്പോസൽ അൺസയന്റിഫിക് ആയിട്ട് കൊണ്ടുവന്ന് അവിടെ വേസ്റ്റ് കൊണ്ടുവന്ന് ഡംപ് ചെയ്ത് ജനങ്ങൾക്ക് നാറ്റം കൊണ്ട് സഹിക്കാൻ വയ്യാതെ വന്ന എന്ത് ചെയ്യും? അത് എന്തുകൊണ്ടാ സർ? Why did that happen? Because the government did not engage competent agencies. അവര് പൊളിറ്റിക്കൽ ബാക്കിങ്ങോട് കൂടി പല ആൾക്കാരും, I know personally what is the issue. It is all manipulated. Why it happened? അതാണ് പ്രശ്നം. കമ്പീറ്റന്റ് ആയിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാർ ഇപ്പൊ ജർമ്മനിയിൽ ഇരിക്കുന്ന, ടെക്നോളജി ഈസ് അവൈലബിൾ അക്രോസ് ദ വേൾഡ് ടു ഡു സംതിങ്. ആൻഡ് ട്രിവാൻഡ്രത്ത് ഞാൻ പറഞ്ഞുതരാം, വാട്ട് ഡിഡ് ദേ ഡു? എവിടെയോ പോയി ഒരു മൊബൈൽ ഇൻസിൻറേറ്റർ മേടിച്ചുകൊണ്ട് 80 lakhs ഏതാണ്ട് ഒരു ദിവസം പോലും they did not even run it for one day. അത് പർച്ചേസ് ചെയ്യാനും അതിന്റെ കമ്മീഷനും വേണ്ടി മാത്രം എത്രയോ കോടി ചെലവാക്കി ഇൻസിൻറേറ്റർ. So these are all the issues there. Yeah, sir പറഞ്ഞ പോലെ what you say, there are countries which is buying waste for energy, for the purpose of creating energy. ഇവിടെ സ്വീഡൻ എന്ന് പറയുന്നത് ഗ്രീനകത്താണ്. ഞാൻ 2008-2009 സ്വീഡനില് ഈ പറയുന്ന കേരളത്തിന്റെ പ്രോജക്റ്റിന് വേണ്ടി, അതായത് കേരളത്തില് വേസ്റ്റ് മാനേജ്മെന്റ് സെഗ്രിഗേറ്റിംഗ് പ്രോജക്റ്റിന് വേണ്ടി ഞാൻ സ്വീഡൻ സന്ദർശിച്ച ഒരു വ്യക്തിയാണ്. അവിടുത്തെ എനർജി പ്ലാന്റും അവിടുത്തെ റീസൈക്ലിംഗ് സെന്ററും എല്ലാം കണ്ടപ്പോഴത്തേക്ക് കേരളത്തിൽ ഇത്രയും കൂടുതൽ വേസ്റ്റ് ഉണ്ടെങ്കിൽ കേരളത്തിൽ ഇലക്ട്രിസിറ്റി നല്ല സുന്ദരമായിട്ട് ഈ പറയുന്ന വേസ്റ്റ് നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാം, മറ്റ് പല പല കാര്യങ്ങളും ചെയ്യാം. പക്ഷെ നമ്മുടെ സർക്കാർ അല്ല ഭരണസമിതിയിൽ വരുന്ന ആൾക്കാർക്കൊന്നും ഇതിനോട് താല്പര്യമൊന്നുമില്ല. അവർക്ക് കയറിയിരിക്കുക, എന്തെങ്കിലും ആവശ്യമില്ലാത്ത കുറെ പ്രോജക്റ്റുകൾ ഉണ്ടാക്കുക, കുറെ കാശ് അടിച്ചു മാറ്റുക. അത് ജനങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ജനങ്ങൾ മനസ്സിലാക്കിയിട്ട് ജനങ്ങളാണ് ഒരു തീരുമാനം എടുക്കേണ്ടത്. അയ്യോ, ഐ തിങ്ക് റീമയുടെ ടോപ്പിക് വേവ് ഓഫ് ചെയ്ത് പോകുന്ന. അത് മാത്രമല്ല, this is also inside the topic. I mean, sure, I understand. This is also inside the topic. See, wetland, when the wetland is being destroyed, why the wetland is being destroyed? All water bodies, why the water bodies is being destroyed? Because of they cannot have a proper waste management system. I think I also will go where Ranjan. I think this topic we can stop for some time, Mr. Renaud. So we will ask the participants to concentrate on the topic which Rima has talked. So come back to the participants. Any doubts on what Rima has talked, they can please go ahead. Go ahead. Sorry for disturbing. No, it's not a disturbance. It's not a disturbance. We'll definitely have the we'll continue on that after some level. Sure. We'll definitely do that. Not at all a disturbance. These are all constructive discussions which should happen. Because time is running by, I think. Okay. Yeah, carry on. We should not steal the show of Rima. Yeah, it's okay. Participants. No, I wanted to take a clarification from Rima because canal's cleaning ഒക്കെ പറഞ്ഞപ്പോഴൊക്കെ എല്ലാം the buzzword that you were using was public participation. ഇപ്പൊ നമ്മൾ എല്ലാ പ്രോജക്ട്സിനകത്തും നമ്മൾ വളരെ ഡിസൈർ ചെയ്യുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങളുടെ ഈ പ്രോജക്ട്സിനകത്ത് was there any particular tools and techniques or communication methodology which you use to really get this participatory? ജനങ്ങളുടെ ഒരു ബൈ-ഇൻ മേടിക്കാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഉണ്ടായിരുന്നോ, അതോ വാസ് ഇറ്റ് ലൈക്ക് മോർ ഓഫ് എൻ ഇൻഫോർമൽ ദിസ് തിങ്? പ്രത്യേകിച്ച് ടൂൾസ് എന്ന് പറയാൻ എനിക്ക് നമ്മള് കനാൽ ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് ആ മാപ്പ് ഞാൻ പ്രിപ്പയർ ചെയ്തെന്ന് പറഞ്ഞിരുന്നല്ലോ, ഇന്റേൺസിനെ ഉപയോഗിച്ചിട്ടൊരു മാപ്പ് പ്രിപ്പയർ ചെയ്യും. അപ്പം ആ കനാലിന്റെ സൈഡില് ഇമ്മീഡിയറ്റ് ആയിട്ട് കനാലിനെ ആശ്രയിച്ച് കഴിയുന്ന വീടിന്റെ എണ്ണം നമ്മൾ നോക്കിയിട്ട് ആ ഹൗസ് ഹോൾഡ്സിനെ പ്രത്യേകിച്ച് അപ്രോച്ച് ചെയ്യുകയുണ്ടായി. അപ്പം അതേസമയം നമ്മളൊരു കോമൺ ആയിട്ട് ആൾക്കാരോട് പറഞ്ഞ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ അത് അത്ര എഫക്റ്റീവ് ആകുമെന്ന് തോന്നുന്നില്ല.
ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമ്മളൊരു ചെറിയൊരു സർവേ ഫോം ഉണ്ടാക്കിയിരുന്നു ആ സമയത്ത്. അത് ഈ കനാലിന്റെ തീരങ്ങളിൽ ഇമ്മീഡിയറ്റ് ആയിട്ട്, അതായത് ചിലപ്പം കൂടുതലും വേസ്റ്റ് ഡംപ് ചെയ്യാൻ സാധ്യതയുള്ളത് അവരായിരിക്കും, അല്ലെങ്കിൽ അവരുടെ മുന്നിൽ കൂടെ ഒഴുകുന്ന തോടിൽ ആരെങ്കിലും അത് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ അവർക്കായിരിക്കും കുറച്ചും കൂടെ ഇനിഷ്യേറ്റീവ് ഉണ്ടാകുക. സോ അവരെ റെസ്പോൺസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പ്രത്യേകമായിട്ട് ആ ഏരിയ ചൂസ് ചെയ്ത് ഒരു സർവേ ഫോം ഉണ്ടാക്കി നമ്മളൊരു സർവേ കണ്ടക്ട് ചെയ്യുകയും വോളണ്ടിയേഴ്സിനെ വിട്ടിട്ട് ഇന്റേൺസിനെയും, അതുപോലെ തന്നെ നമ്മൾ ആ സമയത്ത് ഇന്റേൺഷിപ്പ് ഉണ്ടായതുകൊണ്ട് അത് സാധ്യമായി, കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആൾക്കാരെയും വിട്ടിട്ട് ഈ എല്ലാ വീടുകളിലും ഈ ആൾക്കാരെ ചെന്ന് കണ്ടിട്ട് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ചൊരു അവയർനെസ് കൊടുത്തിരുന്നു. അല്ലാതെ ഒരു കോമൺ ആയിട്ടൊരു പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയല്ല അവിടെ സ്വീകരിച്ചത്. അതുകൊണ്ട് അത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയി എന്ന് തോന്നുന്നു. അതിനകത്ത് എനിക്കൊരു ചോദ്യം ഉള്ളത്, അത് അപ്പൊ ഡയറക്റ്റ് ഇന്ററാക്ഷൻ ആണോ അവിടെ ഒരു സക്സസ് പോയിന്റിലേക്ക് കൊണ്ടുവന്നത്? അതെ, കൂടുതലും ഡയറക്റ്റ് ഇന്ററാക്ഷൻ ആണ് സക്സസ്ഫുൾ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം എപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ഡയറക്റ്റ് ആയിട്ട് ഇറങ്ങി ചെന്ന ആൾക്കാരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു, അതാണ് കൂടുതൽ എഫക്റ്റീവ്. പ്രത്യേകിച്ചും ഒരു NGO ചെന്നിട്ട് ഒരു സ്ഥലത്ത് ഒരു ആക്ടിവിറ്റി ഇതുപോലെയുള്ള ക്ലീനിങ് ഡ്രൈവ്സ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും ഫണ്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യുന്ന പോകുന്ന അവരൊരു റുട്ടീൻ ആക്ടിവിറ്റി ആയിട്ട് അതിനെ എടുക്കും. അതേസമയം നമ്മൾ തന്നെ നേരിട്ട് അവരിലേക്ക് ഈ ആശയം എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ നടക്കുന്ന അവയർനെസ് ക്യാമ്പയിനിൽ നിന്നും വ്യത്യസ്തമായിട്ട് സാധാരണ പറയുന്ന രീതികളിൽ നിന്ന് അതിന്റെ കാര്യകാരണ സഹിതം പറഞ്ഞ് നമ്മൾ അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു മാറ്റം ഉണ്ടാകും. അതാണ് മുഹമ്മയിലെ ഈ കനാൽ ക്ലീനിങ് ഡ്രൈവിംഗിന്റെ സമയത്ത് നമ്മൾ കണ്ടത്. ലോക്കൽ ലെവൽ കമ്മിറ്റീസും അങ്ങനെ, അപ്പൊ അവർക്ക് തന്നെ ഒരു റെസ്പോൺസിബിലിറ്റി ഫീൽ ചെയ്യുമല്ലോ, അവരും കൂടെ വന്ന് വേണം ഇത് ചെയ്യാൻ എന്നുള്ള ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നപ്പോ. ഇല്ലെന്നുണ്ടെങ്കിൽ സാധാരണ സംഭവിക്കുന്ന ഈ കനാൽ ക്ലീനിങ് നമ്മുടെ കേരളത്തിലുടനീളം പല സ്ഥലത്ത് നടക്കാറുണ്ട്. JCB കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും ഗവൺമെന്റ് തന്നെ ഏതെങ്കിലും ഒരു ആൾക്കാർക്ക് കോൺട്രാക്ട് കൊടുക്കും, അവര് വന്നിട്ട് വാരി കരയിൽ വെച്ച് അങ്ങ് പോകും. ഇവിടെ JCB നമ്മൾ കൊണ്ടുവന്ന് കരയിൽ വാരി വെച്ച മാലിന്യം നമ്മൾ നീക്കിച്ചത് തൊഴിലുറപ്പ് സ്ത്രീകളെ കൊണ്ടാണ്. അപ്പം അവര് തന്നെയാണ് ഞാൻ പറഞ്ഞ ഈ മുൻപ് പറഞ്ഞ ഈ മെൻസ്ട്രൽ വേസ്റ്റ് മാനേജ്മെന്റ് ആ ഒരു പ്രോജക്റ്റ് വരാനുള്ള കാരണം, ഇവര് കരയിൽ എത്തിച്ചു വെച്ച മാലിന്യങ്ങളിൽ കണ്ടത് സിന്തറ്റിക് സാനിറ്ററി പാഡ്സ് യൂസ് ചെയ്തത് അവരുടെ മുന്നിൽ തന്നെ. അപ്പൊ അവര് തന്നെയാണ് ഈ മാലിന്യത്തെ മാറ്റിയിട്ട് സോർട്ട് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ മാറ്റിയിടുകയോ ഒക്കെ ചെയ്തത്. അപ്പം പിന്നീട് ഈ ഒരു ക്യാമ്പയിൻസ് വന്നപ്പോ അവർക്ക് തന്നെ നേരിട്ട് ബോധ്യപ്പെട്ട ഒരു കാര്യമായിട്ട് മാറിയത്. അപ്പൊ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഡയറക്റ്റ് ഇന്ററാക്ഷൻ. അത് ഒരു വില്ലേജ് എന്താണ് ഒരു വില്ലേജ് തലത്തിൽ ചിലപ്പോൾ അത് വളരെ സക്സസ് ആയി നടന്നെന്ന് വരും. പക്ഷെ ഒരു സിറ്റി ലെവലിലോ വല്ലതും അങ്ങനെ നോക്കിയാൽ റിമയ്ക്കെന്ത് തോന്നുന്നു, എത്രത്തോളം സാർ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഇത് ഇത്രയും കാര്യങ്ങൾ വളരെ സുഗമമായിട്ട് നടന്നതിന്റെ ഒരു കാര്യം അതൊരു വില്ലേജ് ഏരിയ ആയതുകൊണ്ടാണ്. മുഹമ്മ പോലെ ചെറിയൊരു വില്ലേജില് ആയ സംഭവം ആയതുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നത് നമ്മളിപ്പം ഏതൊരു ഏരിയയിൽ ഇങ്ങനെയുള്ള പദ്ധതികൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോഴും ആദ്യം അവിടുത്തെ ജനങ്ങളെ ഒന്ന് പഠിക്കേണ്ടതുണ്ട്. കാരണം അതിന് ഞങ്ങളും മുഹമ്മയിൽ ഈ മുഹമ്മോദയം ചെയ്യുന്ന സമയത്ത് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ മേജറായിട്ട് ചെയ്തൊരു കാര്യമാണ് സോഷ്യോ എക്കണോമിക് സർവേ. അതുപോലെ തന്നെ നമ്മൾ എവിടെയാണോ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് ടൗണിലായാലും ഏത് ഏരിയ ആയാലും ശരി, അപ്പൊ അവിടെ ഉള്ള ആൾക്കാരുടെ ഒരു ജനറൽ ബാക്ക്ഗ്രൗണ്ടും ഒരു സോഷ്യോ എക്കണോമിക് സർവേയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു റാൻഡം സർവേയോ കണ്ടക്ട് ചെയ്തിട്ട് എന്താണ് അവരുടെ പ്രാക്ടീസ് അല്ലെങ്കിൽ എന്താണ് അവരുടെ മൈൻഡ് മുഴുവൻ രീതിയിൽ അവരെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ ക്യാമ്പയിൻസിനുള്ള ഇതുപോലുള്ള സ്ട്രാറ്റജി ഡിസൈൻ ചെയ്യാനെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അതിന് ഒരു പ്രത്യേക സ്ട്രാറ്റജി എനിക്ക് പറഞ്ഞു തരാൻ ഇപ്പൊ പറ്റത്തില്ല. പക്ഷെ ഡിപ്പെൻഡിങ് ഓൺ ദ ഏരിയ ആൻഡ് ദെയർ പ്രാക്ടീസ് ആൻഡ് ഹൗ പീപ്പിൾ ആർ ദെയർ, അവിടെ ഉള്ള ആൾക്കാരുടെ ഒരു സ്വഭാവത്തെ അനുസരിച്ചിട്ട് നമ്മൾ പലതരം സ്ട്രാറ്റജികൾ യൂസ് ചെയ്യേണ്ടി വരും. Okay, any more questions? Hello. Yes. Hello, Sanjeev ആണ്. ഹലോ. എനിക്ക് ചോദിക്കാനുള്ളത്, അപ്പൊ ഈ ഒരു കാര്യമായിട്ട് അവിടെ മുഹമ്മയിൽ പോകുന്ന സമയത്ത് അവിടെ പഞ്ചായത്തായിരിക്കുമല്ലോ. അപ്പൊ ആ പഞ്ചായത്ത് തലത്തിലുള്ള അവരുടെ വാർഡിലുള്ള പ്രസിഡന്റ് ആയിരുന്നാലും മെമ്പേഴ്സ് ആയിരുന്നാലും അവരുടെ ഒരു സഹകരണവും
പ്ലസ് അതിൻ്റെ അകത്തുള്ള ഈ സെക്രട്ടറി തലത്തിലുള്ള ആൾക്കാരുടെ സഹകരണം എത്രത്തോളം ഉണ്ടായിരുന്നു? അവർ കറക്റ്റായിട്ട് കറപ്ഷൻ ഒന്നും ഇല്ലാതെ കറക്റ്റായിട്ട് ഫുൾ ഘട്ടത്തിലും നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ലാഗിങ് ഉണ്ടായിരുന്നോ എന്നൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. അതെ, ഞാനിത് പറഞ്ഞല്ലോ ആദ്യമേ തന്നെ, അതായത് ഇനിഷ്യലി നമ്മളൊരു അവയർനെസ് ഒരു ദിവസത്തെ വർക്ക്ഷോപ്പാണ് നമ്മൾ ആദ്യം കണ്ടക്ട് ചെയ്തത്. ആ സമയത്തും നമ്മളൊരു, ഞാൻ പറഞ്ഞല്ലോ, ഒരു കോമൺ ആയിട്ടൊരു മീറ്റിംഗ് വിളിച്ചാല് ചിലപ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ആകുമ്പോൾ വളരെ മടിച്ചിട്ടായിരിക്കും. കാരണം നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള മെൻസ്ട്രുവേഷന്റെ ആർത്തവ ഇപ്പൊ കുറച്ചും കൂടെ കോമൺ ആയിട്ട് വരുന്നുണ്ട്, ആൾക്കാർ അതിനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ആർത്തവ ശുചിത്വത്തിനെ പറ്റിയിട്ട് ഒരു ക്ലാസ് എന്ന് പറയുമ്പം പബ്ലിക് പാർട്ടിസിപ്പേഷൻ നമുക്ക് ഊഹിക്കാൻ പറ്റും, അത് എവിടെയായാലും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സൈഡിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തത്. അപ്പൊ അവിടെ നമുക്കൊരു ഉണ്ട്, കാരണം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്, അല്ലെന്നുണ്ടെങ്കിൽ PHC-ന്ന് ആശാ വർക്കർമാര് ത്രൂ ആണ് നമ്മളൊരു വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചത്. പക്ഷെ ഒരു തവണ, കാരണം ഞാൻ ആശാ വർക്കേഴ്സിനെ സെലക്ട് ചെയ്യാനുള്ള ഒരു റീസൺ അവിടെയാണ്. കാരണം ഈ ആശമാര് ഒരു വാർഡിന് 2 പേരല്ലെങ്കിൽ അവർക്കൊരു ഓൺ ആൻ ആവറേജ് ഒരു 300-ന് മുകളിൽ വീടുകളുടെ ചാർജ് ആണ് ഒരാൾക്ക് വരിക. ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. 300-350 വീടുകളോളം ഒരാളുടെ ലിസ്റ്റിൽ ഉണ്ടാവും. ഇവര് ഈ ആശമാര് കണ്ടിന്യൂസ് ആയിട്ട് ഇവരുടെ വീടുകളിൽ പോവുകയും ഇവരുമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ സംസാരിക്കുന്നവരുമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരൊരു കാര്യം പറയുമ്പോ വെറുതെ ആവില്ല എന്നുള്ളൊരു അവർക്കൊരു അക്സെപ്റ്റബിലിറ്റി ഉണ്ടല്ലോ, അത് ഞങ്ങൾ യൂട്ടിലൈസ് ചെയ്തു. അതുകൊണ്ട് തന്നെ ആദ്യത്തെ മീറ്റിംഗില് പഞ്ചായത്തിന്റെ റെപ്രസെന്റേറ്റീവ്സിനെയും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ റെപ്രസെന്റേറ്റീവ്സിനെയും പഞ്ചായത്ത് പ്രസിഡന്റ്, മെമ്പർമാര്, അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ചിരുന്നു. അങ്ങനെ ഒരു പ്രോഗ്രാം ആയിട്ടാണ് അത് കണ്ടക്ട് ചെയ്തത്. അപ്പൊ അവിടെ അവരുടെ ആ ഒരു റെസ്പോൺസിൽ നിന്നും നമ്മുടെ ആ ഒരു രീതിയിലൂടെ, സ്പെസിഫിക് ആയിട്ടൊരു ലൈനിൽ കൂടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അതിലൂടെയുള്ള പ്രവർത്തനം കണ്ടിട്ടായിരിക്കും ഇനിഷ്യലി തന്നെ പഞ്ചായത്തിന് അതിനകത്തൊരു ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് നമ്മളുടെ ഈ 2 അവയർനെസ്, അതായത് ക്ലോത്ത് പാഡുകളും ഉണ്ട്, മെൻസ്ട്രൽ കപ്പുകളും ഉണ്ട്. നമ്മളൊരു ഇൻഫോംഡ് ചോയ്സ് അവർക്ക് കൊടുക്കുകയാണ് ചെയ്തത്. ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ടും നമ്മൾ ഇന്നത് നിങ്ങൾ ഉപയോഗിക്കണം എന്ന് കമ്പൽ ചെയ്ത് പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞ അവിടെ ക്ലോത്ത് പാഡ് യൂസേഴ്സ് ധാരാളം ഉണ്ടായിരുന്നു സൊസൈറ്റിയിൽ. റൂറൽ ഏരിയ ആയത് കാരണം തന്നെ തുണി ഉപയോഗിക്കുന്നവർ ധാരാളം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള തുണി ഉപയോഗിക്കുന്ന ആൾക്കാർ ഉണ്ടെന്ന് ഒരു മീറ്റിംഗിൽ നമ്മൾ ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരെ മാക്സിമം എൻകറേജ് ചെയ്യും. കാരണം നിങ്ങൾ ആ ശീലത്തിൽ നിന്ന് മാറേണ്ട കാര്യമില്ല. നമ്മളൊരു പലപ്പോഴും ഇവിടെ സംഭവിക്കുന്നത്, ഇങ്ങനെ ഒരു പ്രോഡക്ട്സ് നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ ഇടയ്ക്ക് ഞാൻ അങ്ങനെ ഒരു കൺസ്ട്രെയിന്റ്, എനിക്ക് പല ബുദ്ധിമുട്ടുകൾ, പല ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഇടയിൽ എല്ലാ ഓഡിയൻസും ഒരുപോലെ അല്ലല്ലോ. അപ്പൊ പല സമയത്തും നമ്മൾ ഫീൽഡിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഇവരുമായിട്ട് സംസാരിക്കുമ്പോൾ ചില സമയത്ത് ആൾക്കാർക്ക് ഒരു തോന്നലുണ്ടാവും നമ്മൾ ഈ പ്രോഡക്ട്സ് വിൽക്കാൻ വന്നവരാകുന്നു. കാരണം ക്ലോത്ത് പാഡ്, കാരണം ഈ ക്ലോത്ത് പാഡ് തന്നെ വാങ്ങി ഉപയോഗിക്കണം, അല്ലെ ഈ മെൻസ്ട്രൽ കപ്പ് തന്നെ ഇതിന്റെ ഒരു പ്രചാരകയാണ്, അല്ലെ വിൽക്കാൻ വന്ന ആണെന്നൊരു തോന്നല് പല സമയത്തും ഞാൻ നേരിട്ടിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഓഡിയൻസിൽ കൃത്യമായിട്ടും ഇന്നതൊക്കെയാണ് പ്രോബ്ലംസ്, ഇതിന്റെയൊക്കെ ഇന്ന മെത്തേഡ്സ് ഒക്കെ ഓൾട്ടർനേറ്റീവ്സ് അവൈലബിൾ ആണ്. പക്ഷെ നിങ്ങൾ തുണി ഉപയോഗിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അതൊരു ആരോഗ്യപരമായിട്ടുള്ള ശീലമാണ്, നിങ്ങൾ അത് തന്നെ ഉപയോഗിച്ചാൽ മതി. പക്ഷെ ഉപയോഗിക്കുമ്പോൾ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആരോഗ്യപരമായിട്ട് ശുചിത്വത്തോട് കൂടി അതെങ്ങനെ കഴുകി ഉണക്കണം, എങ്ങനെ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാം, അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഓഡിയൻസിന്റെ അല്ലെങ്കിൽ സ്ത്രീകളുടെ ഒരു കോൺഫിഡൻസ് വിൻ ചെയ്യാനുള്ള ചില പൊടിക്കൈകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇതിനകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ധാരാളം ടെസ്റ്റിമോണിയൽസ്, അല്ലെങ്കിൽ ഞാൻ ക്യാമ്പയിന് പോകുമ്പോൾ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിനെ ഞാൻ കൂടുതൽ അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഈ 2 പ്രോഡക്ട്സും ഞാൻ ഉപയോഗിച്ചിരുന്നതാണ്, മെൻസ്ട്രൽ കപ്പ് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അതൊരു കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാൻ അങ്ങനെയുള്ള ചെറിയ ഫാക്ടേഴ്സ് ധാരാളം ഇതിനകത്തില് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് ഒരു മാർഗം സ്ത്രീകളുടെ ഇടയിൽ പ്രോഡക്ട്സിനും അല്ലെങ്കിൽ ഈ ഒരു പദ്ധതിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. കാരണം ഇതൊരു ശീലമാണല്ലോ, ശീലമാറ്റമാണല്ലോ നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെയുള്ള ചില മെത്തേഡ്സ് പ്രയോഗിക്കേണ്ടി വരും. Okay. Anu, you can give your announcement. Yeah. നമുക്കൊരു ഫോട്ടോ സെഷന് വേണ്ടിയിട്ട് പ്ലീസ്
എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ചെയ്താൽ നന്നായിരിക്കും പ്ലീസ്. Anu? Shivakumar sir is taking the photo. I'm from the phone. Okay. Sorry. Yeah, Basare. Today our session has really gone international with Mr. Renault also joining us from Yeah, Germany. exactly. So good to hear from you, sir. And I put my number also on chat. So do call. Let's be in touch and have these discussions going. So you're on mute. You're on mute. Your microphone is on mute. Sorry. Yeah. Yeah. Sanjeevan I put my number on. Sanjeevan അറിയാം. Sanjeevan അറിയാം. Sanjeevan അറിയാം. Okay. You can get my contact and you can keep in touch with me. Yeah. Sure. Okay, ബാക്കിയുള്ളവരോടൊന്ന് Thanks for joining us today. ബാക്കിയുള്ളവരോട് കൂടെ ഒന്ന് വീഡിയോ ഓൺ ചെയ്തിരുന്നെങ്കിൽ ഒരു All of you can please switch on your videos. Three participants in Boy. At one point we had 39 participants. Now it's only 22. ഓക്കെ ഇനി ഞാൻ ഉള്ളത് എടുക്കുക. Yeah. Okay, done. Sunil, please conclude. Thank you. Okay, thank you all. And first of all, we must thank Rima. It was a very wonderful talk. And most importantly, this is a very sensitive topic, and going to the public and winning the confidence of women and girls on this topic itself is a challenge. And I should say that's an achievement. And you have achieved a lot on this path. So best wishes to you and your team on this and on the future also. So on behalf of all the participants who are here as well as who have left, as Ranjan said, we had about 40 people. So on behalf of all the participants, on behalf of WWF, I would like to thank you for your time and effort for today's talk. Thank you so much. Thank you. Yeah, all. thanks a lot. Good evening, everyone. Goodbye. Okay, goodbye. Okay. Thank you. Good night. Okay, Night.